സമീർ റെയ്നയുടെ ഇന്ത്യസ് ഗോട്ട് ടാലന്റ് എന്ന പരിപാടിയിൽ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രൺവീർ അല്ലാബാഡിയും അപൂർവ മുഖർജിയും ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ ഹാജരായി ഖേദം പ്രകടിപ്പിച്ചു. രേഖാമൂലം ക്ഷമാപണം നടത്തുകയും ചെയ്തു. ഭാവിയിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുമെന്ന് രൺവീർ ഉറപ്പു നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരമൊരു തെറ്റ് സംഭവിക്കുന്നത് ആദ്യമായും അവസാനമായുമാണ്. ഇനി മുതൽ ഞാൻ ശ്രദ്ധാപൂർവ്വം ചിന്തിക്കുകയും സ്ത്രീകളോട് ബഹുമാനത്തോടെ സംസാരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പാനലിന് ഉറപ്പു നൽകി. ഇന്ത്യസ് ഗോട്ട് ടാലന്റ് ഷോയിലെ വിധികർത്താക്കളിൽ ഒരാളാണ് രൺവീർ. ഒരു എപ്പിസോഡിനിടെ മാതാപിതാക്കളുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് രൺവീർ അശ്ലീല പരാമർശം നടത്തിയിരുന്നു. സമീർ റെയ്ന, അപൂർവ മുഖീജ, ജസ്പ്രീത് സിംഗ്, ആശിഷ് ചഞ്ചലാനി, തുഷാർ പൂജാരി, സൗരഭ് ബോത്ര, ബാൽരാജ് ഖായ് എന്നിവരായിരുന്നു മറ്റ് വിധികർത്താക്കൾ. അതേസമയം രൺവീറിന് യൂട്യൂബ് ഷോകൾ പുനരാരംഭിക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. തന്റെ ആകെയുള്ള ഉപജീവന മാർഗമാണ് ഷോ എന്ന് കാണിച്ച് രൺവീർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. ഏത് പ്രായത്തിലുള്ളവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ഷോയിലെ ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പു നൽകണമെന്ന് രൺവീറിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.